ഇടതുമുന്നണിയിലെ CPM ഏകാധിപത്യത്തിൽ അതൃപ്തി രൂക്ഷമാകുന്നു. നിർണായക തീരുമാനങ്ങളിൽ ഘടകകക്ഷികളെ പരിഗണിക്കുന്നില്ലെന്നാണ് പൊതുവികാരം. വന നിയമ ഭേദഗതി, ബ്രൂവറി എന്നിവയ്ക്ക് പിന്നാലെ സ്വകാര്യ സർവകലാശാല ബില്ലിലും എതിർപ്പുയരുന്നത് ഈ അതൃപ്തി മൂലമാണ്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, നമുക്കറിയാം LDF എന്നുള്ള ഒരു കൂട്ടായ തീരുമാനം എടുക്കേണ്ടതിന് പകരം പലപ്പോഴും CPMന്റെ ആധിപത്യം വെച്ച് പുലർത്തുന്നു എന്നുള്ളത് ഘടകകക്ഷികൾ നേരത്തെ തന്നെ ആരോപിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബ്രൂവറി വിഷയത്തിൽ അടക്കം പരസ്യമായ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് RJDയും CPIയും ഒക്കെ രംഗത്ത് വന്നു. എന്തായാലും ഘടകകക്ഷികളെ പരിഗണിക്കുന്നില്ലെന്നുള്ള ആക്ഷേപം മറ നീക്കി പുറത്തു വരുമ്പോൾ വിമർശനം പരസ്യമാക്കാൻ തന്നെ ഘടകകക്ഷികളും തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ്. അരുവിന് അങ്ങനെ തന്നെയാണ്. കാരണം ഈ വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് അടുത്തിടെ LDFിലെ ഒരു ഘടകകക്ഷി ഒന്ന് സർക്കാരിന്റെ തീരുമാനങ്ങളെ തുറന്നു തീർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. അത് മലയോര ക്രൈസ്തവ വോട്ട് ബാങ്കിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗമാണ് ഈ രീതിയിൽ സർക്കാരിന്റെ വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുകയും മുഖ്യമന്ത്രിയെ നേരിൽ കാണുകയും ചെയ്തത്. പക്ഷെ അന്നും ആദ്യഘട്ടത്തിൽ ഈ വിഷയം വേണ്ടത്ര ഒരു പരിഗണന സർക്കാർ നൽകിയില്ല. വനം വകുപ്പ് എടുത്ത തീരുമാനങ്ങൾ വനനിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകുമെന്നൊക്കെയുള്ള പരാമർശങ്ങളായിരുന്നു ആദ്യം വനമന്ത്രിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ നടത്തിയത്. പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ക്രിസ്ത്യൻ സഭകളിലടക്കം നടത്തുന്നു, മലയോര മേഖലയിൽ ജനങ്ങൾ നടത്തുന്നു. രാഷ്ട്രീയ പാർട്ടികളിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ കാര്യങ്ങൾ കൈവിടുന്നു എന്ന ഒരു ഘട്ടത്തിൽ മാത്രമായിരുന്നു അന്ന് മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി വനനിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു പ്രഖ്യാപനവും നടത്തിയത്. അതിൽ വലിയ അതൃപ്തി കേരള കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം മുന്നണി വിടുന്നതടക്കമുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് പാർട്ടിയിൽ ഉയർന്നിരുന്നു. CPM ഇക്കാര്യത്തിലൊന്നും തങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നില്ല, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് അർഹമായ മാന്യത നൽകുന്നില്ല തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ ഇത്തരം അവരുടെ യോഗങ്ങളിൽ പോലും ചില നേതാക്കൾ ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നണി വിടണമെന്ന ആവശ്യം പോലും സജീവമായി ഉയർന്നു കേട്ടതാണ്. ഇതിന് പിന്നാലെയാണ് ബ്രൂവറി വിവാദം വരുന്നത്. ആദ്യഘട്ടത്തിൽ ബ്രൂവറിയിൽ അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചിരുന്ന CPI പിന്നീട് പാലക്കാട് ജില്ലാ ഘടകമടക്കം വലിയ വിമർശനം ഉയർത്തിയതോടെ ഒരു ശക്തമായ നിലപാട് കഴിഞ്ഞ സംസ്ഥാന കൗൺസിൽ യോഗത്തോടെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിലേക്ക് പോയി. ഈ ജലചൂഷണം അനുവദിക്കുന്നില്ലെന്ന നിലപാടെടുത്ത CPI പിന്നീട് ഈ വിഷയം പഠിക്കാൻ മന്ത്രിമാരെ അടക്കം ഒരു സമിതി രൂപീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകൂടാ. ഈ ബ്രൂവറി വിവാദവുമായി ബന്ധപ്പെട്ട് പിന്നീട് NCPയിൽ ഒരു JDSൽ ഒരു ഗ്രൂപ്പ് പോരാട്ടത്തിന് പോലും വഴിതുറക്കുന്ന കാഴ്ച കണ്ടതാണെന്ന് JDSന്റെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ട് കൂടി ഈ വിഷയത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ വിവിധ നേതാക്കൾ ഉയർത്തുന്ന കാഴ്ച കണ്ടതാണ്. അന്ന് ഈ ബ്രൂവറിയെ പോലെയുള്ള അല്ലെങ്കിൽ അത്തരം പദ്ധതികളെ തുറന്നെടുത്തിട്ടുള്ള സംഘടനയുടെ മന്ത്രിക്ക് ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന രീതിയിലുള്ള വിമർശനം കൃഷ്ണൻകുട്ടിക്കെതിരെ വരുന്നു. അത് പിന്നീട് വലിയ തർക്കങ്ങളിലേക്കൊക്കെ പോകുന്ന കാഴ്ച കണ്ടതാണ്. അന്ന് CPM JDSന് കൃത്യമായ പരിഗണന നൽകുന്നില്ല എന്നുള്ളൊരു വിമർശനവും അന്ന് നേതാക്കൾ ഉയർത്തിയിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയതായി ഈ പറയുന്ന സ്വകാര്യ സർവകലാശാല ബില്ല് അത് സർക്കാരിന്റെ പരിഗണനയ്ക്ക് വന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ഈ ബില്ല് വന്നിരുന്നുവെങ്കിലും CPI കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു. നേരത്തെ ഈ വിഷയത്തിൽ അനുകൂല നിലപാടുണ്ടായിരുന്ന CPI ആണ് ഇപ്പോൾ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് എന്നുള്ളൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നതുമില്ല. ഈ ഘട്ടത്തിലാണ് RJDയുടെ കുറെ തുറന്ന എതിർപ്പുകൾ രംഗത്ത് വരുന്നത്. അതായത് ഒന്ന്, ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ RJD പറയുന്നു മദ്യനയം എന്ന് പറയുന്നത് നിലവിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള മദ്യനയം അത് ഇടതുമുന്നണി യോഗം ചർച്ച ചെയ്ത് അംഗീകരിച്ചൊരു മദ്യനയമല്ല. പിന്നെ എങ്ങനെയാണ് ഈ മദ്യനയത്തെ തങ്ങൾ പിന്തുണയ്ക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ഉയർത്തുന്നു. പിന്നാലെ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് RJD മന്ത്രിസഭ LDF യോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. പിന്നാലെയാണ് ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകളും സർക്കാരിന്റെ പരിഗണനയ്ക്ക് വന്നത്. ഈ വിഷയത്തിലും RJD പറയുന്നു തങ്ങൾക്ക് സ്വകാര്യ സർവകലാശാലകളോട് പൂർണ്ണമായ എതിർപ്പാണ്. കഴിഞ്ഞ ഒരു LDF യോഗങ്ങളിലും ഈ വിഷയത്തിൽ കൃത്യമായ എതിർപ്പ് അറിയിച്ചതാണ്. അങ്ങനെ ഓരോ ഘടകകക്ഷികളും തുറന്നു പറച്ചിലുകൾക്ക് തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് RJD ആണ് ഈ ഏറ്റവും ശക്തമായ വിമർശനങ്ങളുമായി ഇടതുമുന്നണി യോഗത്തിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ള വ്യക്തത നൽകുന്ന രീതിയിലുള്ള പരാമർശങ്ങളുമായി രംഗത്ത് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം CPIയുടെ ഒരു അഴികുഴമ്പൻ നിലപാട് എന്ന് പറയുന്ന എക്കാലത്തും ചർച്ചയായിട്ടുള്ളതാണ്. പുറത്ത് തങ്ങൾ ഇത്തരത്തിലുള്ള ചരിത്ര ശക്തിയാണെന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴും ഇടതുമുന്നണി യോഗങ്ങളിൽ കാര്യമായ ശക്തമായ നിലപാട് സ്വീകരിക്കാനോ മന്ത്രിസഭാ യോഗങ്ങളിൽ സ്വന്തം അഭിപ്രായം പറയാനോ കഴിയാതെ പോകുന്നൊരു പാർട്ടിയാണ് CPI. പക്ഷേ RJDയെ പോലെ
CPI അത്ര സംഘടനാ ശക്തി ഇല്ല എങ്കിൽ കൂടി ഈ നിലപാടുകളിൽ ഉറച്ചു നിന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു സംഘടന എന്നുള്ളത് കൊണ്ട് തന്നെ RJDയുടെ തുറന്നു പറച്ചിൽ CPMനെ വലിയ രീതിയിൽ വെട്ടിലാക്കുന്നുണ്ട്. ഇടതുമുന്നണി യോഗം ചേരാൻ RJD ആവശ്യപ്പെട്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ യോഗം ചേരുമെന്ന് LDF കൺവീനർ അറിയിച്ചിരിക്കുന്നു. അടുത്ത ഇടതുമുന്നണി യോഗം ചേരുമ്പോൾ ഇത്തരം പൊട്ടിത്തെറികൾ കൂടുതൽ സജീവമാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ കൂടുതൽ ഘടകകക്ഷികൾ ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാത്ത ഒരു സാഹചര്യത്തെ പറ്റി കൃത്യമായ വിമർശനം ഉയർത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇതെല്ലാം വിവാദത്തിലാകുമ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം വിവാദത്തിൽ പരിണമിക്കുമ്പോൾ അവസാനം അത് സർക്കാരിന് അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട അവസ്ഥ വന്ന ഒട്ടനവധി ഉദാഹരണങ്ങൾ ഈ പറയുന്ന ഘടകകക്ഷികൾക്ക് മുന്നിലുണ്ട്. അപ്പോൾ പലപ്പോഴും പരസ്യമായി ഇത്തരം സർക്കാരിൻ്റെ ഇത്തരം വാഗ്ദാനങ്ങളെ അല്ലെങ്കിൽ ഇത്തരം പദ്ധതികളെയൊക്കെ ന്യായീകരിച്ച ഒടുവിൽ നാണം കെടേണ്ടി വരുന്നത് തങ്ങളാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനവും പലകുറി ഈ നേതാക്കന്മാരൊക്കെ രഹസ്യമായിട്ടെങ്കിലും CPMന്റെ സംസ്ഥാന നേതൃത്വത്തെയൊക്കെ അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുത്തരവാദിത്തത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായി ഇത്തരം നയങ്ങൾ, പ്രധാനപ്പെട്ട നയങ്ങൾ, മദ്യനയങ്ങൾ പോലെയുള്ളത്, അല്ലെങ്കിൽ ഇത്തരം സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത്, വന നിയമ ഭേദഗതി പോലെയുള്ള ഇത്തരം പ്രധാനപ്പെട്ട നയങ്ങളും നിയമ ഭേദഗതികളും ഒക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണമെന്നുള്ള ആവശ്യം കൂടിയാണ് നേതാക്കൾ ഉയർത്തുന്നത്. അതായത് കൃത്യമായി ഇടതുമുന്നണിയിൽ ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യതയൊക്കെ അടുത്ത LDF യോഗം ചേരുമ്പോഴുണ്ട് എന്നുള്ളതാണ്. ശരി പ്രജിത്ത്, എന്തായാലും ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷമാകുകയാണ്. CPMന്റെ ഏകാധിപത്യ സ്വഭാവത്തെ വിമർശിക്കുകയാണ് ഘടകകക്ഷികൾ. അത് പരസ്യമായി മറനീക്കി പുറത്തു വരിക തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്.